സ്മരണ സമ്മേളന വേദിയിലാണ് നമ്മുടെ അഭിവന്യ നേതൃത്വം മഹാനായ പി കെ ഉസ്താദിനെ സംബന്ധിച്ചുള്ള ഇന്നത്തെ ജനറേഷന് പരിചയമില്ലാതെ പോയ നിരവധി കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇതിനകം വിശദീകരിച്ചു കഴിഞ്ഞു. ജില്ലാതലത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ സംഘകുടുംബത്തിലെ മുഴുവൻ പ്രസ്ഥാനങ്ങളും ഒത്തൊരുമിച്ച് ഇന്നത്തെ വളർന്നു വരുന്ന SSF ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാർത്ഥി യുവജന ഉമറ ഉലമ സംഗമത്തിൽ വെച്ചുകൊണ്ട് അഭിവന്ദനായ ആ പണ്ഡിത പ്രഭുവിന്റെ മഹത്വങ്ങളും അവിടുത്തെ ജീവിതവും അവിടുത്തെ ആദർശ പ്രതിബദ്ധതയും പഠിപ്പിച്ചു കൊടുക്കൽ അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ് നാം ഉള്ളത്. ഒരിക്കൽ ഇവിടെ ഇങ്ങനെ ഒരു യോഗമുണ്ടെന്ന് പറഞ്ഞപ്പോൾ യോഗത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഞാൻ വന്നു. എന്നെ ഇതിന്റെ സ്വാഗത സംഘം ചെയർമാനാക്കി. യഥാർത്ഥത്തിൽ മുമ്പൊക്കെ ജില്ലാ നേതൃത്വത്തിലൊക്കെ SSFിലായാലും SVCയിലായാലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഞാൻ പ്രാഥമിക അംഗത്വത്തിൽ മാത്രം ഒതുങ്ങി കൊടുങ്ങല്ലൂർ മാടമനയിൽ ഒതുങ്ങി കഴിയുക. ഇപ്പോൾ ഇവിടെ വന്ന ജില്ലാ നേതൃത്വത്തിൽ പെട്ടെന്നൊരു സ്വാഗത സംഘം ചെയർമാനായി തിരഞ്ഞെടുത്തപ്പോൾ ജില്ലയിലുള്ള ഇപ്പോഴുള്ള നേതൃത്വവും അവരെ ഉത്തരവാദിത്തപ്പെട്ടവരെയൊക്കെ അറിയിക്കുവാനോ കൂടുതൽ വിപുലമാക്കുവാനോ കഴിഞ്ഞിട്ടില്ല. കുറച്ചുപേരൊക്കെ ടെലിഫോൺ ചെയ്തിരുന്നല്ലാതെ കൂടുതലായി ഈ സംരംഭത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന കുറ്റസമ്മതം എന്റെ ആമുഖത്തിൽ ഞാൻ നടത്തുകയാണ്. അതോടൊപ്പം ഇതിനോട് അധ്യക്ഷം വഹിക്കേണ്ടിയിരുന്നത് ബഹുമാന്യനായ PMS തങ്ങൾ അവர்களാണ്. അദ്ദേഹത്തിന് സുഖമില്ല എന്ന് അറിയിച്ചതുകൊണ്ടാണ് ഇവിടേക്ക് അനുവാദത്തോടുകൂടെ ഈ വേദി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ രൂപത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. അല്ലാഹു PMS ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ഒക്കെ എല്ലാ അസുഖങ്ങളെയും ഒന്ന് ആവശ്യമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സുന്നത്തിയമാനത്തിന്റെ 2 പതിറ്റാണ്ടിലെ നവോത്ഥാന മുന്നേറ്റങ്ങളെ സംബന്ധിച്ച് ഒന്നിനായ താഴെപ്പുറ പുസ്തകം നമ്മളെ ഉണർത്തുകയുണ്ടായി. ശത്രുക്കളുടെ എല്ലാവിധ ആരോപണ പ്രത്യാരോപണങ്ങളെയും വിലയൊടിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനം അജയ്യമായി അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് മുന്നോട്ട് കുതിക്കുകയാണ്. ഈ രാജ്യത്തെ പ്രമുഖരായ കക്ഷി രാഷ്ട്രീയ വിഭാഗീയതകൾക്കപ്പുറത്തുള്ള മുഴുവൻ ആളുകളും ഈ പ്രസ്ഥാനത്തിന്റെ അജയ്യമായ മുന്നേറ്റത്തിൽ അങ്ങേറ്റം പ്രതീക്ഷയോടുകൂടെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്ന സന്തോഷകരമായ ഒരവസരമാണ് ഇപ്പോഴുള്ളത്. ഈ സന്ദർഭത്തിൽ ഇന്ന് നമ്മുടെ സംഘടന എത്തി നിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്ന അഭിമാനകരമായ സന്തോഷകരമായ ഒരു നിമിഷങ്ങളിലാണ്. ഈ സന്ദർഭത്തിൽ സത്യാദർശ പ്രസ്ഥാനമായ സമസ്തകളുടെ ജമീയത്തുകളുടെയും അതിന്റെ കീഴ്ഘടകങ്ങളായ മുഴുവൻ സംഘടനകളുടെയും പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ഒരിക്കലും മറക്കാനോ മായാനോ അല്ലെങ്കിൽ തള്ളിക്കളയാനോ കഴിയാത്ത ഒരു അതുല്യ ബഹുമുഖ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഒന്നിനായ പാർലമെന്റ് ഉസ്താദുകൾ. പാർലമെന്റ് ഉസ്താദിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു സമ്മേളനമില്ല, നമുക്കൊരു പദ്ധതിയില്ല, നമുക്കൊരു പ്രോജക്റ്റുകളില്ല. നമ്മൾ പലരും ജമീയത്തുൽ മുഅല്ലിമീന്റെ വക്താക്കളാണ്, ഇനി മദ്രസ മാനേജ്മെന്റിന്റെ പ്രതിനിധികളാണ്. മദ്രസകളെയും സ്ഥാപനങ്ങളെയുമാണ് ഇതമ്പ്രദമായി നാം എല്ലാം തന്നെ പ്രതിനിധീകരിക്കുന്നതെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സുകളിലേക്ക് നാം സ്വാധീനം ചെലുത്തുന്ന പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ സിലബസ്, ആ സിലബസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനായി പാകിസ്ഥാനിന്റെ ആ ചുരുക്കം നമ്മുടെ മുമ്പിലേക്ക് കൂടി വരും. നമുക്കറിയാമല്ലോ, അനിവാര്യമായ സാഹചര്യത്തിൽ സമസ്യകളുടെ ജമീയത്തുകളുമായി വിഭാഗീയതയുണ്ടായപ്പോ എന്തെല്ലാം പരീക്ഷണങ്ങൾ കല്ലേറുകയുള്ള സംഭവങ്ങളില്ലാതെ ഒന്നിനായ ഉസ്താദ് സൂചിപ്പിച്ചില്ലേ. ഒരുപാട് വേദനകളും പ്രയാസങ്ങളും ത്യാഗങ്ങൾ ചെയ്തുകൊണ്ട് ഈ സംഘടന പരീക്ഷകളുടെ തീച്ചൂടകളിലൂടെ മുന്നോട്ട് നീങ്ങി. ഈ സന്ദർഭത്തിൽ മതവിഭാഗം മദ്രസകൾ പകുത്തെടുത്തു, 2 ഗ്രൂപ്പാക്കി, 2 മദ്രസ ഡിവൈഡ് ചെയ്യപ്പെട്ടു പല മഹല്ലുകളിലും. എന്നാൽ പിന്നീട് അവർ അവസാനം കണ്ടെത്തിയ മാർഗം സിലബസിനെ അവർ സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത്. ചിലയിടങ്ങളിൽ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തകളുടെ ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് ഞങ്ങളുടേതാണ്, നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. എന്ത് ചെയ്യണം? തലയിലുള്ള ദീർഘവീക്ഷണമുള്ള പണ്ഡിത മഹത്വങ്ങൾ കോഴിക്കോട് ഒരുമിച്ച് കൂടിയപ്പോ പലരും പറഞ്ഞു, മദ്രസ പ്രസ്ഥാനം നമ്മൾ മാറിയാലോ. ഒന്നിനായി പാർലമെന്റ് പറഞ്ഞു വന്നതേ, മദ്രസ പ്രസ്ഥാനം നമ്മൾ മാറിയാൽ നമ്മുടെ എല്ലാ സംഘടനയും പിരിച്ചുവിട്ടുകൊണ്ട് കുടുംബങ്ങളിൽ അടങ്ങിയിരിക്കലായിരിക്കും ഏറ്റവും അഭികാമ്യം. വളർന്നു വരുന്ന കുഞ്ചോമന മക്കൾക്ക് ധാർമ്മികതയുടെ ഭാരപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന മദ്രസ കലാലയങ്ങൾ, ആ കലാലയങ്ങൾ വിട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നമുക്കില്ല. അതിലൂടെയാണ് ഈ പ്രസ്ഥാനം ശക്തിയാർജിക്കേണ്ടത്. നമ്മുടെ ശക്തീകരണം നടക്കുന്നത് കുഞ്ഞുങ്ങളുടെ മനസ്സുകളിലൂടെയാണ്. അതുകൊണ്ട് നമുക്ക് സിലബസ് ഉണ്ടാക്കണം. എങ്ങനെയാണ് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള
അത്രയും ഡിവിഷനിൽപ്പെട്ട വിഷയങ്ങൾക്ക് ഒരു സിലബസ്, സമ്പൂർണമായ സിലബസ് നമുക്ക് എങ്ങനെയാണ് നേടിയെടുക്കാൻ കഴിയുക, സംഘടിപ്പിക്കാൻ കഴിയുക? അദ്ദേഹം അതിന്റെ മാർഗം കണ്ടെത്തി. അഭിനന്ദനായ കോടംപള്ളി പോലെയുള്ള, കക്കാട് മുഹമ്മദ് ബഷീർ പോലെയുള്ള അവർ പ്രമുഖരായ എഴുത്തുകാരും പണ്ഡിതന്മാരും പ്രതിഭാധനരായ കുറെ ആളുകളുടെ യോഗം എമർജൻസി കോഴിക്കോട്ട് വിളിച്ചു. ആ വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ ആ റോഡിൽ വന്നനായ പാലക്കാട് ഉസ്താദ് മാത്രം വാചാലമാകുകയാണ്. നമ്മുടെ നിലനിൽപ്പ് വല്ലാത്ത പ്രതിസന്ധിയില്ല. നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയും, നിങ്ങൾക്ക് മാത്രമേ കേരളത്തിൽ അതിന് കഴിയൂ. നിങ്ങളൊരു സിലബസ് ഉണ്ടാക്കണം. ചെറിയൊരു ദൗത്യമല്ല ആ പണ്ഡിതന്മാർക്ക് മുമ്പായി വന്നനായ ഉസ്താദ് ഉണർത്തുന്നത്. ഈ സന്ദർഭത്തിൽ പ്രഗത്ഭമാത്മീയായിരുന്ന കക്കാട് മുഹമ്മദ് ബഷീർ പറഞ്ഞുകൊണ്ടേ റബീഉൽ അവ്വൽ എനിക്ക് ഏതായാലും ഒഴിവില്ല, 10 ദിവസത്തോടെ എനിക്ക് ദ്വീപിൽ പ്രസംഗമാണ്, അത് കഴിയാതെ എനിക്ക് ഇടപെടാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ കക്കാട് ബഷീറോട് പാറന്നൂർ ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾ വന്നനായ ഉസ്താദുമാരിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, അനുഭവസ്ഥരെങ്കിലും. പാറന്നൂർ ഉസ്താദ് പറഞ്ഞവരെ, കക്കാടെ നിങ്ങൾക്ക് 10 ദിവസത്തെ ദ്വീപിലെ പ്രസംഗത്തിന് എത്ര രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുക? അപ്പൊ ചിരിച്ചുകൊണ്ട് എത്രയുള്ള സംഖ്യ കക്കാട് പറഞ്ഞു. എങ്കിൽ ആ 10 ദിവസ പരിപാടി നിങ്ങൾ ക്യാൻസൽ ചെയ്തുകൊള്ളുക. നിങ്ങൾക്ക് ആവശ്യമായ പത്രങ്ങളും പേപ്പറുകളും എഴുതാനുള്ള പേനയും എല്ലാ സജ്ജീകരണങ്ങളും ഞാൻ തരാം. നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്ന സംഖ്യ ഈ ദിവസത്തിനുള്ളിൽ കേരളത്തിന്റെ വിവിധ പള്ളികളിൽ നടന്നുകൊണ്ട് പ്രസംഗങ്ങൾ നടത്തി തട്ടം വിളിച്ചുകൊണ്ട് പിരിവെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ആ പൈസ തരാം, നിങ്ങൾക്ക് ആ കാശ് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ കേരളത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അഭിമന്യനായ പാറന്നൂർ ഉസ്താദ് അവர்கள் അല്ലാഹുവിന്റെ പരലോകം സന്തോഷത്തിലാക്കി കൊണ്ടുപോകാനാവട്ടെ. ആ ഉസ്താദിന്റെ അന്നത്തെ ആ കർശന മനോഭാവത്തിൽ നിന്നാണ്, കർശനമായ നിലപാടുകളിൽ നിന്നാണ് സമസ്തകളുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡ് ജന്മം കൊള്ളുന്നത്, സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് ജന്മം കൊള്ളുന്നത്. ഇന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് ആരുടെ മുമ്പിൽ നെഞ്ചുനിവർത്തി പറയാം, ഇന്ത്യയിലെ ഡസൻകണക്കിന് സ്റ്റേറ്റുകളിൽ ഗവൺമെന്റിന്റെ ഔദ്യോഗിക തലങ്ങളിൽ വരെ ഒരു വ്യവസ്ഥാപിതമായ അറബി പാഠം ധ്വനിയായിക്കൊണ്ട് സമസ്തയുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് ആണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു സുന്നി വിദ്യാഭ്യാസ ബോർഡ് ആകാശത്തിന്റെ ഭൂമിക്ക് മുകളിലുണ്ടെങ്കിൽ നമ്മുടെ ബോർഡ് മാത്രമാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട എന്റെ വാല്യൂ സഹോദരന്മാർ, മാനേജ്മെന്റ് പ്രതിനിധികൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവർ ദൗത്യമാവസ്ഥ നിർവഹിച്ചു. ഏത് ശത്രുവിന്റെയും ആരോപണ പ്രത്യാരോപണങ്ങളെ സരസമായി മറുപടി പറഞ്ഞ് തകർത്ത് കളയുവാനുള്ള, അവരുടെ മണിയടിക്കുവാനുള്ള അപാരമായ കഴിവുകൾ വിഭാഗീയതയുണ്ടായപ്പോ നമുക്കതിൽ ഗ്രൂപ്പിസം സ്വപ്നം കണ്ട ആളുകൾ അവർ എഴുതിവിട്ടു. പലരുടെയും പ്രസംഗത്തിലൂടെ വന്നു, കാന്തൂർ വിഭാഗത്തിന് വിണ്ണിപ്പാണ്. അവിടെ നേതാക്കൾ മാത്രം 2 തരത്തിലാണ്, 2 ഗ്രൂപ്പുകളാണ്. സമസ്ത വിശദീകരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് മുതലക്കുള മൈതാനിയിൽ നടന്ന 10,000 സംഗമിച്ച ആ ആദർശ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് പാറന്നൂർ ഉസ്താദ് പറഞ്ഞു, ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കിടയിൽ ഗ്രൂപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് പുതിയ കാര്യമല്ല, ഞങ്ങൾക്കിടയിൽ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. ഇത് കേട്ടപ്പോൾ പലരും ഞെട്ടലോടുകൂടിയാണ് അത് ശ്രമിച്ചത്. ഞങ്ങൾക്കിടയിൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു, നിങ്ങൾ എഴുതുന്നു, ഇതിലൊരു അത്ഭുതവുമില്ല. ഞങ്ങൾക്കിടയിൽ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. വലുതായ താജുകളും ഉള്ളാട്ടങ്ങളും മഹാനായ എം.എ. ഉസ്താദും ചിത്താരി ഉസ്താദിനെ പോലെയുള്ള വളരെ പ്രായം ചെന്ന ആളുകളെല്ലാം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഗ്രൂപ്പിലാണ്. പേരുടെ പോലെ പൊന്നുസ്ഥാനെ പോലെയുള്ള ആളുകൾ, അതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിലെ യുവാക്കളായ കുറെ ആളുകൾ മറ്റൊരു ഗ്രൂപ്പിലുമാണ് ഉള്ളത്. ഞങ്ങളുടെ ഗ്രൂപ്പിനിടയിലുള്ള ചേഞ്ച് എന്താണെന്ന് അറിയുമോ? ഞങ്ങളൊക്കെ കുടിക്കുന്നത്, അവരെല്ലാം കുടിക്കുന്നത് വിത്തൗട്ടായ ചായയെ അവർ കുടിക്കത്തുള്ളൂ. ഞങ്ങൾ കുടിക്കുന്നത് മധുരട്ട ചായയെ ഞങ്ങൾ കുടിക്കുക. ഈ ഗ്രൂപ്പിസം നിന്ന് തുടങ്ങിയതല്ല കൂട്ടരെ, കുറെ കാലമായി എന്ന് തക്ബീർ ധ്വനികൾക്കിടയിലൂടെ വലുതായ പാറന്നൂർ ഉസ്താദ് പറഞ്ഞുപോലെ ഞങ്ങൾ തീവ്രയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ സരസമായ ശൈലിയിലൂടെ ആരുടെയും ആരോപണങ്ങളെ തകർത്ത് കളയുവാനുള്ള അപാരമായ കഴിവുകൾ വലിയ സഹോദരന്മാരുടെ വേദിയിൽ വെച്ചുകൊണ്ട് SMA സംസ്ഥാന കൗൺസിൽ വെച്ചുകൊണ്ട് SMA രൂപീകരിക്കാൻ ആ SMA മസ്തിഷ്കം എന്ന് പറയുന്നത് വലുതായ പാറന്നൂർ ഉസ്താദ് അവர்களാണ്. എന്തിനാണ് SMA രൂപീകരിച്ചത്? നമുക്കറിയാം, ഇവിടെ സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഈ രാജ്യത്തുണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ എത്രാമത്തെ ആണ്ട് കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല. ആ സംഘടന ഇവിടുത്തെ മാനേജ്മെന്റിന്റെ ഉള്ളാക്കളുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി. കാന്തപുരം അതെ, ആ വിഭാഗം കമ്മ്യൂണിസത്തിലേക്കും മാർക്സിസത്തിലേക്കുമാണ് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് പിടിച്ചു നിർത്താൻ നമ്മൾ സംഘടിതരായിരിക്കണം. നമ്മൾ ഇസ്ലാമിക സരണിയിലേക്ക് മക്കളെ വളർത്തിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞ് മഹല്ല് മാനേജ്മെന്റ് പ്രതിനിധികളുടെ കൂട്ടായ്മ എന്ന പേരില് മഹാനടന്മാരായ പണ്ഡിത മഹത്തുക്കളെ ഇറച്ചി തിന്നുവാൻ വേണ്ടി ഒരു ടീമിനെ വാർത്തെടുത്തു.
ഇത് മനസ്സിലാക്കി ഗോവന്യനായ മനസ്സിലാക്കി നമുക്കിവിടെ SVS ഉണ്ട്, SSF ഉണ്ട്, സുന്നി ജമീയത്തുൽ മുഅല്ലിമീനുണ്ട്, സമസ്തയുണ്ട്. പക്ഷേ പോരാ, SVSന്റെ മെമ്പർഷിപ്പ് എടുക്കാൻ അടിച്ചെടുക്കുന്ന എത്രയോ മാനേജ്മെന്റ് പ്രതിനിധികളുണ്ട്. അല്ലെങ്കിൽ ജമീയത്തുൽ മുഅല്ലിമീനിലേക്ക് അതിന്റെ യോഗം ക്ഷണിച്ചാൽ വരാൻ മടി കാണിക്കുന്ന മാനേജ്മെന്റ് പ്രതിനിധികളുണ്ട്. അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഒരു മാനേജ്മെന്റ് പ്രതിനിധിയാകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ് നിങ്ങൾ വഹിക്കുന്നത്. നിങ്ങളുടെ ഉത്തരവാദിത്തം വളരെ വലുതായതാ. നിങ്ങളുടെ സ്ഥാപനത്തിലുള്ള 4-5 അധ്യാപകർക്ക് മാസം സാലറി കണ്ടെത്തൽ മാത്രമല്ല നിങ്ങളുടെ ബാധ്യത. അതുപോലെ ബാധ്യത നിങ്ങൾക്കുണ്ട് എന്നൊരു ബോധോദയത്തിലേക്ക് ഇസ്ലാമിക പ്രബോധന പ്രചരണ രീതിയിൽ വലിയൊരു ധർമ്മം, വലിയൊരു ബാധ്യത നിങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ചിന്താധാര ഉണ്ടാക്കിയെടുത്തുകൊണ്ട് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ എന്ന രൂപത്തിൽ അതേ ഇത്തരം ജനറലായി നിൽക്കുന്ന ആളുകളെ, ഒരുപക്ഷെ അവർ SVSന്റെ മെമ്പർഷിപ്പ് ഉള്ളവരല്ല, അല്ലെങ്കിൽ സമസ്തയെ കുറിച്ച് അടുത്തറിഞ്ഞായിക്കൊള്ളണമെന്നില്ല, ബന്ധരായ നമ്മുടെ ഉസ്താദുമാരുമായി ഒരു ബന്ധം ആയിക്കൊള്ളണമെന്നില്ല. നമ്മുടെ പ്രഗത്ഭരായ അധ്യാപക സഹോദരന്മാരുടെ തീവ്രയത്ന പരിശ്രമത്തിന്റെ ഫലമായി ആ മദ്രസയിൽ വെച്ച് നമ്മുടെ സുന്നി ബോർഡ് അംഗീകരിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവിടുത്തെ മാനേജ്മെന്റ് പ്രതിനിധികൾ ഒരിക്കലും അതിന്റെ അംഗത്വം എടുത്തവരോ അതിന്റെ അനുഭാവികളെ പോലും അല്ലാത്ത സ്ഥാപനങ്ങളുണ്ട്. അത്തരം ആളുകളെ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ, അതോടൊപ്പം തന്നെ വഖഫ് ബോർഡിൽ നിന്ന് നമ്മുടെ പിന്നോക്ക വിഭാഗമായ ഈ സമുദായത്തിന് നൽകപ്പെടുന്ന സ്കോളർഷിപ്പുകൾ, അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് ഓരോ വർഷവും അതിന്റെ കോടിക്കണക്കിന് രൂപകൾ ഈ വിഭാഗത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി നീക്കിവെച്ചിട്ടുള്ള പല വിഷയങ്ങളിൽ ഇതൊക്കെ സമുദായം അറിയാതെ പോവുകയാണ്. മോഡേണൈസേഷൻ, മദ്രസ മോഡേണൈസേഷൻ എന്ന പേരിൽ കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും വിലയിരുത്തപ്പെടുമ്പോ അത് നേടിയെടുക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത് ഇത്തരം കാര്യങ്ങൾ, മദ്രസകളുടെ വിപുലീകരണം, വിദ്യാർത്ഥികളുടെ അക്കാഡമിക് ഇംപ്രൂവ്മെന്റുകൾ, ഇത്തരം കാര്യങ്ങളെല്ലാം സമൂഹ മനസാക്ഷിയിലേക്ക് ഇട്ടുകൊണ്ട് ഇവിടുത്തെ നല്ലൊരു വിഭാഗത്തെ ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ സഹകാരികളോ അഭ്യുതകാംക്ഷികളോ ആക്കി മാറ്റിയെടുക്കാൻ അഭിമന്യനായ പാറന്നൂർ ഉസ്താദിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ഈ ഇടപെടലുകൾ കഴിഞ്ഞു എന്നതാണ് SMA ഉയർത്തിപ്പിടിക്കുന്ന SMAയുടെ ഏറ്റവും വലിയ ഈ രാജ്യത്ത് നൽകിയ സംഭാവന എന്ന് ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം മന്യനായ ഉസ്താദ് ജമിയത്തുൽ മുഅല്ലിമീന്റെ ഈ SMA രൂപീകൃത വേളയിൽ അതിന്റെ ജില്ലാ സെക്രട്ടറി ആയ ഏകദേശം 1.5 വർഷത്തോളം ഇതിനായി ഞാൻ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന തലത്തിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തപ്പോ മന്യനായ ഉസ്താദ് അവിടെ കൂടിയ മുഅല്ലിം സഹോദരന്മാരോട് പറഞ്ഞൊരു കാര്യം എനിക്കിപ്പോഴും ഓർമ്മ വരികയാണ്. അദ്ദേഹം പറയുന്നു, അല്ലെങ്കിൽ മുഅല്ലിം സഹോദരന്മാരെ, നിങ്ങളിലാണ് ഈ സംഘടനയുടെ കരുത്തുള്ളത്. സമസ്തയുടെ ജമീയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ സത്യാദർശ പ്രസ്ഥാനമായ ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ കരുത്ത് കുടികൊള്ളുന്നത് മുഅല്ലിങ്ങളായ നിങ്ങളുടെ കരങ്ങളിലാണ്. നിങ്ങൾ ഇറങ്ങിയാൽ ഈ സംഘടനയ്ക്ക് ശക്തി ഉണ്ടാകുകയില്ല. നിങ്ങൾ അലസത കാണിച്ചാൽ ഈ സംഘടനയുടെ ശക്തി സ്രോതസ് കുറഞ്ഞു പോകും. അതുകൊണ്ട് ഈ സംഘടന പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ ആവേശത്തിലാണ്, നിങ്ങളുടെ പ്രതിജ്ഞയിലാണ്, നിങ്ങളുടെ സമർപ്പിതമായ പ്രവർത്തനങ്ങളിലൂടെയാണ്. നിങ്ങൾക്ക് സമൂഹത്തെയും സമൂഹത്തിലുള്ള ഏത് ജനങ്ങളെയും സ്വീകരിക്കുവാനും അവരെ കൂട്ടിയിണക്കുവാനുള്ള കരുത്തും കഴിവും ആ ധാർമ്മികമായ അവകാശങ്ങൾ നിങ്ങൾക്കേ ഉള്ളൂ, നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ധർമ്മവും നിങ്ങൾക്കുള്ള ആ സമൂഹത്തിലുള്ള ആ ഫോഴ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ കൂടുതലായി ഈ ആദർശ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് മുഅല്ലിം സഹോദരന്മാരോട് വന്ദനായ ഉസ്താദ് നൽകിയ ആഹ്വാനം ഞാൻ ഇടയ്ക്ക് ഓർത്തുപോയതാണ്. അതോടൊപ്പം 5 വർഷങ്ങൾക്ക് മുമ്പ് വന്ദനായ ഉസ്താദ് മറ്റൊരു വിഭാഗീയ പ്രശ്നങ്ങളുമായിക്കൊണ്ട്, വിഭാഗീയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം നമ്മെ പ്രത്യാരോപണങ്ങൾ അയച്ചുവിടുകയാണല്ലോ. ആ പ്രസംഗത്തിൽ അതിന് മറുപടിയായിട്ടുള്ള വലിയൊരു സമ്മേളനത്തിൽ ഒട്ടനവധി സാധാരണ നേതാക്കളൊക്കെ പങ്കെടുത്ത ആ യോഗത്തിൽ വെച്ചുകൊണ്ട് അഭിമന്യനായ പാറന്നൂർ ഉസ്താദ് സൂചിപ്പിച്ച ഒരു കാര്യം ഓർക്കുന്നത്, മറ്റുള്ള സഹോദരന്മാരെ മറ്റുള്ള വിഭാഗത്തെ ഓർത്തുകൊണ്ട് അവർക്ക് ഓർമ്മപ്പെടുത്തലായിക്കൊണ്ട് ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ 15 വർഷമായിട്ട് എന്തേ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടത്? ഈ മറുവശത്തുള്ള കാന്തപുരം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഇറച്ചി തിന്നുവാൻ വേണ്ടി വ്യഗ്രത കാണിക്കുകയും അതിനു വേണ്ടി നിങ്ങൾ മത്സര ബുദ്ധിയോടെ പെരുമാറുകയും പ്രവർത്തിക്കുകയും എഴുതുകയും പറയുകയും ചെയ്തു എന്നതല്ലാതെ ഈ 1.5 പതിറ്റാണ്ടുകാലം കേരളത്തിലെ ജനങ്ങളോട് എന്തെങ്കിലും ഒരു നന്മ ചെയ്തതായി തെളിയിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന് അഭിനന്ദനായ പാറന്നൂർ ഉസ്താദ് 15 കൊല്ലങ്ങൾ മുമ്പ് പറഞ്ഞെങ്കിൽ താഴെപ്രസ്ഥാനം പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ 22 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും
വിഭാഗം ആ പ്രവർത്തനങ്ങളുമായി നടക്കുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട നേതൃത്വത്തിനോട്, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട്, മാനേജ്മെന്റിന്റെ പ്രതിനിധികളോട് നാം ഉയർത്തിപ്പിടിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് ഈ രൂപത്തിൽ ഒരുപാട് സഹനത്തിന്റെയും ക്ഷമയുടെയും പരീക്ഷണങ്ങളുടെയും തീച്ചോളകളിലൂടെ കടന്നു വന്ന വ്യക്തിത്വങ്ങളാണ്. പാലക്കാട് സ്ഥാനം മണ്ടോണ സ്ഥാനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വയറിളക്കമാണ്. കാരണം അവരുടെ നാവിൻ തുമ്പിലൂടെ ഒരു ില്ലാത്ത അതേ വായിക്ക് ഉടനടി മറുപടി പോലെ അവർക്ക് തുറക്കുന്ന മറുപടികൾ നൽകിക്കൊണ്ട് എല്ലാ ശത്രുക്കളെയും ശത്രുവായ ആരോപണങ്ങളെ മുടിയൊടിക്കുന്ന വിഷയങ്ങളും സന്ദേശങ്ങളുമായി പരിശുദ്ധ ജമാഅത്തിന്റെ പ്രബോധന പ്രചരണ വിധി നിറഞ്ഞു നിന്ന താരങ്ങളാണ്.